ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാനുമായുള്ള സംഘർഷം നിലനിൽക്കെ തന്നെ ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാനെ ലെബനൻ വിഷയത്തിൽ നിന്ന് മാറ്റി ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണോ അമേരിക്ക ശ്രമിക്കുന്നത്? ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ ഒരു വലിയ തമാശയല്ലേ? എത്ര പ്രാവശ്യം വെടിനിർത്തി? ഈ വെടിനിർത്തി എന്ന് പറയുമ്പോഴും ഇസ്രയേൽ നിരന്തരം ലെബനൻ്റെ തെക്കൻ മേഖലയിലേക്ക് ആക്രമണം നടത്തുന്നു. ലിറ്റനി നദി കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ലെബനൻ്റെ തെക്ക് ഭാഗത്തൂടെ ഒഴുകുകയാണ്. ലിറ്റനി നദിയുടെയും ഇസ്രയേലിൻ്റെ വടക്കൻ ഭാഗത്തിനും ഇടയിലുള്ള ആ മേഖല ഒരു ബഫർ സോണായി, ഒരു നോമാൻ ലാൻഡ് അല്ലെങ്കിൽ ബഫർ സോണായി മാറ്റിയെടുക്കണമെന്നാണ് എക്കാലത്തും ഇസ്രയേലിൻ്റെ പദ്ധതി. അത് ചിലരൊക്കെ പറയും, വിമർശകർ പറയും, ഗ്രേറ്റർ ഇസ്രയേൽ എന്ന സങ്കല്പത്തിന് ഒരു പടി അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ഓരോ രാജ്യത്തിൻ്റെ മേഖലകൾ സ്വല്പമായി ചിരണ്ടി എടുത്തുകൊണ്ട് ഇസ്രയേലിൻ്റെ ഭൂവിസ്തൃതി കൂട്ടുക. അതെന്ത് തന്നെയാണെങ്കിലും ശരി, ലിറ്റനി നദിയുടെ തെക്കുള്ള ഭാഗത്തേക്ക് നിരന്തരമായി ബോംബാർഡ്മെൻറ്റുകളുണ്ട്. ഇസ്രയേൽ പറയുന്ന ന്യായം ഹിസ്ബുള്ള ആ ഭാഗത്ത് തമ്പടിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് ആക്രമണം നടത്തുന്നു എന്നാണ്. പക്ഷേ ബെയ്റൂട്ട് ഏറെ വടക്ക് മാറിക്കിടക്കുന്ന ലെബനൻ്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ടിൻ്റെ തെക്കൻ ഭാഗം. അവിടെയാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനം. ഹസൻ നസറുള്ള ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ താവളം ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടത് അവിടെ നടന്ന ഇസ്രായേലി ആക്രമണത്തിലാണ്. ബങ്കർ ബസ്റ്റർ ബോംബാണ് ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ള ചീഫിനെ കഴിഞ്ഞ വർഷം കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് വീണ്ടും ആക്രമണം, വെടിനിർത്തൽ എന്നത് പുറമേ പറയുമ്പോഴും നിരന്തരം ആക്രമണം നടത്തുന്നു. അത് സമാധാന പ്രക്രിയയ്ക്ക് തുരങ്കം വയ്ക്കാൻ ഇസ്രയേൽ ബോധപൂർവം നടത്തുന്നതാണോ? ഇവിടെ ലെബനനോ ഹിസ്ബുള്ളയോ അല്ല ഇസ്രായേലിൻ്റെ വിഷയം. ഇറാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ വിഷയം. ഇറാനിൽ നിന്നാണ് ഇസ്രായേൽ ആത്യന്തികമായ ഭീഷണി, എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നേരിടുന്നത്. അതുകൊണ്ട് പരമാവധി ഇറാൻ യുദ്ധം, അമേരിക്ക നടത്തുന്ന ഇറാന് നേരെയുള്ള യുദ്ധം തുടരണമെങ്കിൽ സംഘർഷം തുടരണം. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നും അവസാനിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിലൊക്കെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇടപെടും, ലെബനനിലേക്ക് ആക്രമണം ഘടിപ്പിക്കും. പെട്ടെന്ന് ഇറാൻ പ്രകോപിതമാകും, ചർച്ചയിൽ നിന്നും മാറി നിൽക്കും. ഇത് ഏറെക്കാലമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ട്രംപ് കർശനമായി ഇസ്രായേലി നേതൃത്വത്തിന്, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു, താങ്കളാണ് യഥാർത്ഥ പ്രശ്നം. താങ്കൾ ചില സിസ്റ്റംസ് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. വെടിനിർത്തലെങ്കിൽ വെടിനിർത്തൽ തന്നെ ആയിരിക്കണം. അത് നിരന്തരം ലംഘിക്കുമ്പോൾ അമേരിക്ക ഇറാൻ പീസ് പ്രോസസ്സാണ് ഡീറെയിൽഡ് ആവുന്നത്. വളരെ പരുഷമായ, രൂക്ഷമായ, അസഭ്യ വാക്കുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് സ്പോക്ക് ടു ബെഞ്ചമിൻ നെതന്യാഹു ഓവർ ദ ഫോൺ ലാസ്റ്റ് ഡേ. ഇത് ഒരു ദിശാമാറ്റത്തിൻ്റെ സൂചനയാണെങ്കിൽ ലെബനൻ വിഷയം പരിഹരിച്ചു മാത്രമേ ഇറാൻ അമേരിക്ക ഡീൽ ഉണ്ടാകൂ എന്ന നിലയിൽ എത്തി എന്ന് ട്രംപും വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇസ്രയേലിനെ വഴങ്ങി കൊടുക്കേണ്ടി വരും. അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുത്തുകൊണ്ട് തൽക്കാലം ലെബനനെ വെറുതെ വിടുക, ഹിസ്ബുള്ളയെ വെറുതെ വിടുക. ഹിസ്ബുള്ള ഈസ് എ റിയാലിറ്റി. പൂർണ്ണമായി അവസാനിപ്പിക്കാനാവില്ല. ഹമാസ് പോലെ അല്ല. ഹമാസ് ഇസ്രയേലിൻ്റെ തന്നെ ലാർജർ ഫിഫ്റ്റത്തിൻ്റെ ഭാഗമായ വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസയിൽ ഇപ്പോഴും നിയന്ത്രണമുള്ള ഒരു ഘടകമല്ലേ ഹമാസ്. അപ്പോൾ ഹമാസ് എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുകളയാനാവില്ല. പക്ഷേ ഹിസ്ബുള്ള എന്നത് നള്ളിഫൈ ചെയ്യാവുന്ന ഒരു ഫാക്ടറാണ്. ഇറാൻ വഴങ്ങുകയാണെങ്കിൽ, ഇറാനുമായി സൗഹൃദമാവുകയാണെങ്കിൽ, കരാറാവുകയാണെങ്കിൽ ഹിസ്ബുള്ള ഡിഫെക്റ്റ് ആകും. ഇസ്രായേലിനെതിരെ പിന്നെ അവർ ആക്രമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വഴിയിലാണ് ചിന്ത. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ ട്രംപ് മാറ്റിമറിച്ചുമൊക്കെ പറയും, പക്ഷേ സമാധാനത്തിനൊരു ചാൻസെങ്കിലും ഉണ്ടെങ്കിൽ, ട്രംപിന് ആ ചാൻസ് ഉപയോഗിക്കണമെങ്കിൽ ഇസ്രയേൽ കൂടി ലേശം സഹകരിച്ചെങ്കിലേ പറ്റൂ എന്ന ചിന്ത വളരെ വ്യാപകവുമാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം കുവൈറ്റിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതിനെ കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഈ കുവൈറ്റിലെ ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശം കുവൈറ്റിന് ഉണ്ട് എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലപാടെടുക്കണമെന്നാണ് UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് പറഞ്ഞിരിക്കുന്നതും. ഈ GCC വീണ്ടും ഒന്നിക്കുമോ ഇറാനെതിരെ? ചരിത്രത്തിൽ ഏതെങ്കിലും സമയത്ത് അറബ് ഇസ്ലാമിക കൂട്ടായ്മ ദൃഢമായി ഇസ്രയേലിനെ എതിർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇറാനെ എതിർത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. പലപ്പോഴും
വലിയ വർത്തമാനം കേൾക്കാം. ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് നിന്നും വലിയ സംസാരം ഉണ്ടാകും. ഇറാനെ നമ്മളിങ്ങനെ ചെയ്യണം, ഇസ്രയേലിനെ കൺട്രോൾ ചെയ്യണം, ഇതൊക്കെ പറയുമെന്നല്ലാതെ സുരക്ഷാ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ് മിക്ക പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളും. ഇപ്പോൾ ഇറാൻ തന്നെ 8 or 9 രാജ്യങ്ങളെ ആക്രമിച്ചു. ഇതെല്ലാം തന്നെ മുസ്ലിം രാജ്യങ്ങളാണല്ലോ, മിക്കതും അറബ് രാജ്യങ്ങളുമാണല്ലോ. ഇപ്പോൾ തുർക്കിയെയും തുർക്കിയുടെ ചില ഭാഗങ്ങളെ ആക്രമിച്ചു, അത് അറബ് രാജ്യമല്ല. എങ്കിലും മിക്ക അറബ് രാജ്യങ്ങളും ചുറ്റുപാടുമുള്ള ഏതാണ്ട് എല്ലാ അറബി രാജ്യങ്ങളിലും ഇപ്പം ജോർദാനിൽ ആക്രമണം നടന്നു. ഈ ഈ ഈ ആക്രമണ പരമ്പരയിലെ ഭാഗമാണ്. ഇപ്പം ഇന്നലെ ആക്രമണം നടന്നത് കുവൈറ്റ് സിറ്റിക്ക് നേരെയാണ്, അല്ലെങ്കിൽ ബഹ്റൈന് നേരെയാണ്. സൗദിയിലേക്ക് കുറേ കാലമായി ആക്രമണം നടക്കുന്നില്ല. ഏറ്റവും വലിയ, ഏറ്റവും ശക്തമായ ഒരു അറബ് മേഖലയിലെ രാജ്യം സൗദി അറേബ്യയാണല്ലോ. അപ്പോൾ സൗദി അറേബ്യയിലേക്ക്, കുവൈറ്റിലേക്ക്, ഖത്തറിലേക്ക്, ഒമാനിലേക്ക്, ഇറാനുമായി സൗഹൃദമുള്ള രാജ്യമാണ് ഒമാനിലേക്ക്, വളരെ അടുത്ത് കിടക്കുന്ന പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുന്ന UAE-യിലേക്ക് എല്ലാം തന്നെ ആക്രമണം സംഭവിക്കുകയാണ്. അപ്പം അവർക്കൊന്നും ചെയ്യാനാകാവുന്നില്ല. അപ്പോൾ 2 കാരണങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. ഒന്ന്, ഏകപക്ഷീയമായി GCC-യിലെ 6 രാജ്യങ്ങൾക്ക് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ആവുമോ? സാങ്കേതികമായി യെസ് ആവും, പക്ഷെ പ്രായോഗികമായി നോ. കാരണം അമേരിക്ക എന്ന രാജ്യമാണ് ഈ 6 രാജ്യങ്ങളുടെയും സുരക്ഷാ സംവിധാനത്തിൻ്റെ ചുമതല. അല്ലെങ്കിൽ അമേരിക്ക ഈ രാജ്യങ്ങളിൽ താവളം ഉറപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേനയാണ്. ഞാൻ വ്യാജേന എന്ന് മാത്രമാണ് പറഞ്ഞത്, സംരക്ഷിക്കാനാണ് എന്നല്ല. സംരക്ഷിക്കാൻ സാധിച്ചോ? മിസൈൽ വർഷമുണ്ടായി. ഏറെ മിസൈലുകൾ, ഒരുപക്ഷെ 90% ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിടാൻ പറ്റി. വലിയ തുക ചിലവായിട്ടുണ്ടാകും അമേരിക്കയ്ക്ക്. ഈ തുക അമേരിക്ക സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കുമെന്നാണോ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കുന്നത്? അല്ല. ഇതെല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ, എണ്ണസമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളുടെ കണക്കിൽ അങ്ങോട്ട് എഴുതും. കണക്ക് പറഞ്ഞ് അവരെ സംരക്ഷിച്ചതിൻ്റെ സംരക്ഷണ കൂലി അമേരിക്ക എഴുതി വാങ്ങും. അത് ഉറപ്പാണ്. അമേരിക്കൻ മിലിറ്ററി അസറ്റ്സ് ഏറെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കണക്കുകളൊന്നും പൂർണ്ണമായി വെളിയിൽ വന്നിട്ടില്ല. കാരണം സ്ട്രിക്റ്റ് സെൻസറിങ് ആണ് ഗൾഫ് രാജ്യങ്ങൾ എമ്പാടും. പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും അമേരിക്കൻ താവളങ്ങളിൽ കടന്നു ചെന്ന്, അല്ലെങ്കിൽ അതിന് ചുറ്റുപാടും നിന്നുകൊണ്ട് നാശനഷ്ടങ്ങൾ അസസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇറാനും അതിന് പരിമിതിയുണ്ട്. ഇറാൻ സാറ്റലൈറ്റുകൾ സഹായം, തങ്ങൾ തന്നെ ഹിറ്റ് ചെയ്തു ഒരു ടാർഗറ്റ്. പക്ഷേ ഇറാൻ അത് ചൈനീസ്, റഷ്യൻ സാറ്റലൈറ്റുകൾ സഹായത്തോടുകൂടി കുറേയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടാവണം. പക്ഷേ അതിന് പുറത്ത് ആർക്കും തന്നെ ഊഹിക്കാനേ പറ്റൂ. പക്ഷേ ഊഹം ശരിയാണ് എങ്കിൽ കാര്യമായ നാശനഷ്ടം എല്ലാ അമേരിക്കൻ താവളങ്ങളിലും ഉണ്ടായി. അപ്പോൾ താവളങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തവരാണോ സിറ്റികളെ സംരക്ഷിക്കുന്നത്? ഇപ്പം കാര്യമായി ഇപ്പോഴും വലിയ തോതിൽ സാധാരണ ജനങ്ങളിലേക്ക് ആക്രമണം എത്തിയിട്ടില്ല. ഇറാൻ്റെ ആക്രമണം എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടന്നത് സമാനമായ ഒരു ആക്രമണമാണ്. എയർപോർട്ട് തന്ത്രപ്രധാനമായൊരു മേഖലയാണല്ലോ, ഹബ് ഓഫ് മൂവ്മെൻറ്റ് അതാണല്ലോ, അവിടെ ആക്രമിക്കപ്പെട്ടു. സോഫ്റ്റ് ടാർഗറ്റാണ്. എയർപോർട്ടുകൾ മാത്രമല്ല, ഒരുപക്ഷെ സീപോർട്ടുകൾ ആക്രമിക്കപ്പെട്ടേക്കാം, കൊമേഴ്ഷ്യൽ സെൻറ്ററുകൾ ആക്രമിക്കപ്പെട്ടേക്കാം, ഷോപ്പിംഗ് മാളുകൾ ആക്രമിക്കപ്പെട്ടേക്കാം. അവിടെ 10,000-ങ്ങളല്ലേ ഒത്തുകൂടുന്നത്. ഇപ്പോൾ ദുബായ് നഗരം, അബുദാബി നഗരം, അല്ലെങ്കിൽ കുവൈറ്റ് സിറ്റി, അതുമല്ലെങ്കിൽ റിയാദ് നഗരം, ജിദ്ദ നഗരം സൗദിയിലെ, ഇവരൊക്കെ ആക്രമിക്കപ്പെട്ടാൽ സോഫ്റ്റ് ടാർഗറ്റിലേക്ക്, കാരണം പരിപൂർണ സമ്മർദ്ദമായി കഴിഞ്ഞാൽ ഇറാൻ ആ സാഹസം ചെയ്യില്ല എന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ? അതുകൊണ്ടാണ് GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള അറബി ഇസ്ലാമിക രാജ്യങ്ങൾ 2 മനസ്സിലാണ്. പരസ്യമായി ഇപ്പോൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധത്തെ വിമർശിക്കുന്നു, ഇറാനെ വിമർശിക്കുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും സന്ധിയാവണം എന്ന് അമേരിക്കയോട് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ലേശം വ്യത്യസ്തമായി ചിന്തിക്കുന്ന രാജ്യങ്ങളും ആ മേഖലയിലുണ്ട്. അതിലൊന്നാണ് UAE. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിലല്ലേ ഒപ്പെക്കിൽ നിന്നും പിന്മാറിയത്? ഇറാനെ നേരിടുന്നതിന് GCC പര്യാപ്തമല്ല. അപ്പം GCCയിൽ നിന്ന് വിട്ടുപോയില്ല എങ്കിലും ഒപ്പെക്കിൽ നിന്നും UAE വിട്ടുമാറിയതിനെ വളരെ ലാഘവത്തോടെ കാണാനാവില്ല. ഇത് നാളുകളിൽ GCCയിൽ വരാൻ സാധ്യതയുള്ള ഒരു പൊട്ടിത്തെറിയുടെ സൂചനയാണോ? ഇപ്പം GCC എന്തുകൊണ്ട്, കുവൈറ്റ് ചോദിക്കുന്നു, തങ്ങൾ ആക്രമിക്കപ്പെട്ടു,
ഓരോരോ രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടു. പക്ഷെ സംയുക്തമായി തങ്ങൾ എന്തു ചെയ്തു? ഒരു മണ്ണാങ്കട്ടയും ചെയ്തില്ല. ആക്രമണത്തെ അപലപിച്ചു. ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണം നടത്താനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് താത്വികമായി പറഞ്ഞു വെച്ചു. UN ചാർട്ടർ അനുസരിച്ച് ഒരു വകുപ്പുണ്ടല്ലോ, ഏതെങ്കിലും രാജ്യം ആക്രമണ വിധേയമായാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രത്യാക്രമണം നടത്താൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ്, ആ ഒരു ക്ലോസ് ഉദ്ധരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റ് പറഞ്ഞിരിക്കുന്നത്, തങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, കഠിനമായി അപലപിക്കുന്നു, തിരിച്ചടിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. തിരിച്ചടിക്കുമെന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു കുവൈറ്റ് ബേസിൽ നിന്നും കുവൈറ്റിൻ്റെ ഒരു മിസൈൽ ഇറാനെതിരെ വന്നോ? ഏതെങ്കിലും UAE-യിൽ നിന്നും ഏതെങ്കിലും ഒരു മിസൈൽ ഇറാനെതിരെ പറഞ്ഞോ? അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ കുവൈറ്റിൻ്റെ അല്ല, UAE-യുടെ അല്ല, സൗദിയുടെ അല്ല, ഒരു രാജ്യവും ഇറാനെതിരെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. അമേരിക്കൻ താവളങ്ങളിൽ നിന്നും ആക്രമണം നടന്നിട്ടുണ്ട്, കടലിൽ നിന്നും ആക്രമണം നടന്നിട്ടുണ്ട്, എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും ആക്രമണം നടന്നിട്ടുണ്ട്. അമേരിക്കയുടെ ബേസുകൾ ഈ രാജ്യങ്ങളിൽ തുടരേണ്ട ആവശ്യമുണ്ടോ? സുരക്ഷിതത്വത്തിന് വേണ്ടി കൊണ്ടുവന്നതിപ്പോൾ വലിയ പൊല്ലാപ്പായി മാറിയല്ലോ തമ്പുരാനെ എന്ന മട്ടിലാണല്ലോ ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ പൊതുചിന്ത. ഇത് ധൈര്യപൂർവ്വം അങ്ങോട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അമേരിക്കയെ പേടിച്ചിട്ടാണ്. ഈ രാജഭരണങ്ങളല്ലേ അവിടെ, ഈ രാജഭരണങ്ങളുടെയൊക്കെ നിലനിൽപ്പ് തന്നെ അമേരിക്ക വിചാരിച്ചാൽ ഏത് ഗൾഫ് രാജ്യത്തിൻ്റെ ഭരണകൂടവും അട്ടിമറിക്കപ്പെട്ടേക്കാം. അവിടെ പുതിയ ഭരണകൂടം കൊണ്ടുവരാനുള്ള കിരാതമായ കുൽസിതമായ ശ്രമങ്ങൾ അമേരിക്കയ്ക്ക് ബാക്ക്ഡോർ വഴി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഭരണകൂടങ്ങൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. അവിടെ ജനങ്ങളുടെ വികാരമുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളല്ലല്ലോ ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ, പൂർണ്ണ ജനാധിപത്യ രാജ്യങ്ങളല്ല. അവിടെ പബ്ലിക്, അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ വംശജരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, അവിടുത്തെ പ്രവാസികളുടെ കാര്യമല്ല, 1 കോടിയോളം വരുന്ന ഇന്ത്യൻ വംശജരായ പ്രവാസികളുടെ കാര്യമല്ല പറയുന്നത്, അവിടുത്തെ പൗരന്മാരുടെ കാര്യമാണ്. അവിടെ ഒരു അസംതൃപ്തി ഉണ്ടാവും. തങ്ങളുടെ രാജ്യങ്ങൾ ഇങ്ങനെ പോയാൽ മതിയോ? എന്തിനാണ് അമേരിക്കയ്ക്ക് വീണ്ടും താവളം ഒരുക്കുന്നത്? അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയല്ലേ? ഇപ്പം ഒരു കരാറിലെത്തിയാലും നാളെ ഇറാൻ വീണ്ടും കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ്? അമേരിക്കൻ താവളങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം തങ്ങളുടെ രാജ്യങ്ങൾ നിരന്തരമായി ബോംബാർഡ് ചെയ്യപ്പെടും ഇറാനിൽ നിന്ന്. അല്ലെങ്കിൽ മറ്റേതൊരു ശക്തിയുമില്ല അവിടെ. ഇസ്രായേലായിരുന്നു ശക്തി. അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇസ്രായേലുമായി അബ്രഹാമിൻ്റെ പേരിൽ ഓരോരോ രാജ്യങ്ങളും അങ്ങ് ഒപ്പിടുക. അബ്രഹാമിക കരാറുകൾ 4 രാജ്യങ്ങൾ ഒപ്പിട്ടല്ലോ, UAE ഉൾപ്പെടെ. UAE അങ്ങനെ ഒരു ഒപ്പിടേണ്ടി വന്നൊരു സാഹചര്യം ഇപ്പോൾ നോക്കൂ. UAE-യുടെ ഡിഫൻസ് സംവിധാനം ഇസ്രായേലാണ് പ്രാക്ടിക്കലി റൺ ചെയ്യുന്നതെന്ന് ഓർക്കണം. അമേരിക്ക മാത്രമല്ല, ഇസ്രായേലിൻ്റെ എയർക്രാഫ്റ്റ് ഡിഫൻസ്, ഏരിയൽ ഡിഫൻസ് സംവിധാനം, അയൺ ഡോമിൻ്റെ ചെറു പതിപ്പ് അയൺ ബീം അവിടെ UAE-യിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പം ഓരോരോ രാജ്യങ്ങളും അവരവരുടെ പാട് നോക്കുന്നു. കുവൈറ്റിനൊന്നും ഇസ്രായേലുമായി യാതൊരു ഇടപാടുമില്ല. അപ്പം നാളെ കുവൈറ്റും ഇസ്രായേലിൻ്റെ കാല് പിടിക്കാൻ നിർബന്ധിതനാവും ഇങ്ങനെ പോയാൽ. അപ്പോൾ ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരുപാട് ചേരിതിരിവും പടലപിടക്കങ്ങളും ഉണ്ടാകും. ഇതങ്ങനെ വരട്ടെ എന്നും ആത്യന്തികമായി അവർ ഇസ്രായേലിനെ രക്ഷകനായി കാണട്ടെ എന്നുമാണോ ഇനി ട്രംപ് വിചാരിക്കുന്നത്? അതും അറിയില്ല. കാരണം ട്രംപിൻ്റെ മനസ്സിൽ കൂടെ എന്താണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയമില്ലാത്ത സ്ഥിതിക്ക് മാറ്റി മറിച്ചും പറയുമ്പോൾ നമുക്കിത് ഊഹിക്കാനേ പറ്റൂ. അതുകൊണ്ട് സങ്കീർണമാണ് ഗൾഫ് GCC മേഖലയിലെ രാഷ്ട്രീയം. കുഴഞ്ഞു മറിയുകയാണ്. അതുകൊണ്ട് റാഡിക്കൽ ഷിഫ്റ്റാണ്. യുദ്ധം അവസാനിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. അത് കഴിഞ്ഞാലും മഴ തോരും, പക്ഷേ മരം പെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് പോലെ ഗൾഫിൽ കാറ്റക്ലിസ്മിക് ചേഞ്ചസ് ആണ്. ജാഗ്രതാപൂർവമായി നമ്മളിരിക്കേണ്ട സമയമാണ്. ഗൾഫിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ പൗരന്മാരുടെ, ഇന്ത്യൻ വംശജരുടെ താല്പര്യങ്ങളെ ഒരുപാട് വിദേശ നാണ്യം നേടിത്തരുന്ന മേഖലയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നോക്കിക്കാണേണ്ട വിഷയമാണ്. ഇന്ത്യക്ക് എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ സാധിക്കുമോ എന്ന ഒരു ചിന്ത ഏറെ നമ്മൾ ഡിബേറ്റ് ചെയ്തതുമാണ്. ഇപ്പോൾ ഇന്ത്യ മാറി നിൽക്കുകയാണ്. തങ്ങൾ തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവിൽ വിശ്വസിക്കുന്നില്ല. തങ്ങൾ ഷിംല കരാറിൽ വിശ്വസിക്കുന്നു. ഉഭയകക്ഷി അടിസ്ഥാനം, ബൈലാറ്ററലിസം, അത് ഇന്ത്യയുടെ പോളിസിയാണ്. പക്ഷേ ഒരുപോലെ ഇന്ത്യക്ക് ഗൾഫ് രാജ്യങ്ങളുമായും സംസാരിക്കാം, ഇസ്രയേലുമായി സംസാരിക്കാം, ഇറാനുമായി സംസാരിക്കാം, അമേരിക്കയുമായി സംസാരിക്കാം. അത്രയും ലിവറേജുള്ള ഒരു ലോകരാജ്യവും ഇല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗൾഫിലെ സമാധാനം, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സമാധാനം ഒരുപാട് ഭവനങ്ങളിൽ പുഞ്ചിരി പടർത്തും എന്ന ഓർമ്മിപ്പിക്കലോടുകൂടി ഗൾഫിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.
എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഉറ്റുനോക്കാം. അതനുസരിച്ച് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.